അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചലഞ്ചായിട്ട് വന്നേക്കാണ്. ഇപ്രാവശ്യത്തെ ചലഞ്ച് എന്താ? പ്രാവശ്യത്തെ ചലഞ്ച് നമ്മുടെ ഷെബിയ കണ്ടുപിടിച്ചോണ്ട് പറഞ്ഞു തരും. ഷെബി എക്സ്പ്ലെയിൻ ഒരു അക്ഷരം വെച്ചിട്ട് ചോദിക്കുന്നതിനല്ല, ആ ഒരു ലെറ്റർ അല്ലേ, ആ ഒരു ലെറ്റർ വെച്ചിട്ടായിരിക്കും ആൻസർ പറയേണ്ടത്. ഓക്കെ, അപ്പം അതാണ് ചലഞ്ച്. പണിഷ്മെന്റും ഉണ്ട്. തലക്കിട്ട് കൊട്ട് പയ്യൊക്കെ തല്ലണം, പറയാൻ പാടില്ല, പയ്യൊക്കെ തല്ലണം എന്ന്. ഓക്കെ, റൂൾ എന്താ? പെട്ടെന്ന് പറയണം അല്ലേ? പെട്ടെന്ന് പറയണം. ആൻസർ തെറ്റി കഴിഞ്ഞാല് 3 ഭാഗത്തുനിന്നും ഒറ്റ തവണ അടിക്കാൻ പറ്റത്തുള്ളൂ. ഓരോരുത്തരായിട്ടായിരിക്കും ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇത്രയ്ക്ക് സീരിയസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ചൂസ് ചെയ്യാവോ? അതെ, പറയാം. ഇറു ഒന്നും പറയാൻ പാടില്ല, അതൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അത് വെച്ചിട്ട് ജോലിയൊക്കെ ഞാൻ എന്തോ പറയും. വീട് ദുഷ്ടേ. ഇതാണ് സിമ്പിള്. ഉമേഷ്. അമ്മയുടെ പേര് ഉമ. ഊണ്. സ്ഥലം ഊളംപാറ. പേരെന്താ? ഉമ. റിപ്പീറ്റാ. രാവിലെ എങ്ങനെ പോണേ? കഴിഞ്ഞില്ല, ഞാൻ അഡ്വാൻസ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഊണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. നിറം. വെച്ചു നിങ്ങളൊക്കെ നിറങ്ങ് പറഞ്ഞു പറയടി. ഉന്നക്കായുടെ നിറം. ഞാൻ ഉണ്ടക്കായ കേട്ടെ. ബുദ്ധിയില്ലല്ലോ. നീ എത്രയാണ് പഠിക്കുന്നേ? നിന്റെ വയസ്സ് എത്ര? വയസ്സ് ഉമ്മയുടെ വയസ്സ്. പറഞ്ഞോ? ഏത് ഷായ? പക്ഷെ ശാരദ പറയാൻ പറ്റില്ല, പറഞ്ഞ അടി കിട്ടും. പേരെന്താ? ഷബീബ. ഈ ഷാ വെച്ചിട്ട് ഷബീബ അടുത്തത് ഷവർമ്മ. ഈ വിവരവും വിദ്യാഭ്യാസം ഇല്ലാതെ എനിക്ക് ആരെവിടെ പിടിച്ചിരുത്തിയത്? അത് മുള്ളാനിട്ട് അടിക്കണ്ടത്. എവിടുന്നാ വരുന്നേ? ശങ്കരമംഗലം. ഞങ്ങൾ അവിടുത്തെ സ്ഥലമാണ്. റേഞ്ച് അതാണ്. പിന്നെ ചോദിക്ക്. അത് ഞാനാണോ? നിനക്ക് ഇഷ്ടമുള്ള കളർ ഏതാ? കളറുണ്ടോ? ശവമേ, ആ ഹെയർ സ്റ്റൈൽ പോയി. ശശി. അതെ. ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? ശമം. എന്റെ പൊന്നു പെണ്ണുപിള്ളേ. ഞാൻ ഇനി അക്ഷരങ്ങൾ വരുന്നുണ്ടല്ലോ, ഞാൻ കാണിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്രണ്ണായി? എണ്ണുന്നുണ്ടോ ആരെങ്കിലും? കൊറേ കിട്ടുന്നുണ്ട്.
10 ദിവസം എന്ന് പറഞ്ഞില്ലേ, എണ്ണുന്നുണ്ടോ? എണ്ണിയോ? എത്ര കിട്ടിയത് എണ്ണിയോ? ഇഷ്ടമുള്ള സ്ഥലം പറയാൻ പാടില്ല. ശവസ്ഥലം. ശവസ്ഥലം. അതെന്താ സ്ഥലം? പറമ്പ് മാറ്റി പിടിച്ചതാ. അതൊന്നും കൂടെ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷിംല. അത് മറ്റേ ഷായ വിവരെല്ലാം തെളിയിച്ചോ. അല്ലേ? മറ്റേ ഷായ, പുതിയ ഷായ. ഞാൻ പഠിച്ചത് അക്ഷരമാലയിൽ ആകെ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയതും പഴയതൊന്നൊന്നുമില്ല. ഇത്രയ്ക്ക് വയസ്സുണ്ടോ? ആ ശരിയാ, മേബി കാണുമായിരിക്കും. പാർല യൂണിവേഴ്സിറ്റി വന്നല്ലേ. ഇനി ലാസ്റ്റ് 3 എണ്ണം. നീ എഴുതിയിട്ടുണ്ടോ? ആ അതെ, നിങ്ങൾക്ക് 3 അവസരം തന്നത്. എത്ര മണിക്ക് ഉറങ്ങുണ്ടോ? നല്ല വേദനയുണ്ട്. എത്ര മണിക്ക് ഉറങ്ങും? ഷാ വെച്ച സമയമില്ല. ഇല്ലല്ലേ, നിനക്ക് പൂ വെച്ച സമയം ഉണ്ടായിരുന്നോ? ഉന്നക്കായ നാളെ പറയുന്നെങ്കിൽ ഷാ വെച്ച സമയമില്ല. നീ ഒന്ന് പറഞ്ഞ ഷാ വെച്ചിട്ട് സമയം. ഇനി വേണ്ട. കഴിഞ്ഞില്ലേ? രണ്ടെണ്ണം കൂടെ കിടക്കല്ലേ. ഇന്നലെ എവിടാ പോയേ? അയ്യോ, ഇന്നലെ എവിടെ പോയി? അല്ല, ഇന്നലെ എവിടെ പോയി ആലോചിക്കണില്ല. ഷാ കണ്ടുപിടിച്ചേ. നിനക്ക് വെച്ചിട്ടുണ്ടേ. കഴിഞ്ഞ ലാസ്റ്റ് ഒന്ന് മേക്കപ്പ് ഐറ്റംസിൽ ഇഷ്ടമുള്ള സാധനം എന്താ? ഷിപ്ഷിക്ക്. ഇല്ലാത്തവളെ ആണോ? ശില്പ പൊട്ട്. ശില്പയുടെ പൊട്ട്. ശില്പപ്പൊട്ട്. ശില്പയുടെ പൊട്ട്. അത് അത് ടായ. സാരമില്ല. അതിനുള്ള വിദ്യാഭ്യാസം ഉള്ളൂ. അവിടെ ഇരുന്ന് ആലോചിക്കാൻ സമയം കൊടുക്കരുത്. നിന്റെ പേരെന്താ? ടിയ. വീട് എവിടെയാ? ടാർപ്പയുടെ അകത്ത്. അതെന്താ? ആണ് എന്താ കോൺഫിഡൻസ്? ടാ കുട്ടിയുള്ള കളറ്. ടാ കുട്ടിയുള്ള കളറ്. അങ്ങനെ ഒരു കളർ. ടയറിന്റെ കളറ്. ഓക്കെ. ഓ മൈ ഗോഡ്. മതി. നിന്റെ ബാഗിലിരിക്കുന്ന ആളുടെ പേര്? ടബീബ. ടാ വെച്ചിട്ടോ? നിനക്ക് ഫ്യൂച്ചറില് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം? ടാർപ്പണി. അടുത്ത പോയിന്റ് നമ്മൾ ജീവിക്കുന്നൊക്കെ. എന്ത് താ വെച്ചിട്ടോ? ഉണ്ടാക്കി പറഞ്ഞാ മതിയോ? താ വെച്ചിട്ടുള്ള ഫോണിന്റെ കമ്പനി പറ. ആണല്ലോ, എന്നാ ഞാൻ ഇറക്കിയിട്ട് പറയാം. ഉള്ളതൊക്കെ ചോദിക്കണോ കേട്ടോ. ഫോണിന്റെ കമ്പനിയോ? ഫോൺ ഇറക്കണം. ഉള്ള കമ്പനി പറയാനാ പറഞ്ഞത്. അയ്യടി മോളെ, ഇതില് ഞാനില്ല. മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയാം. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞാൽ എനിക്കിട്ട് അടിക്കുകയും ചെയ്യും. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. കണ്ടോ, ഇവരൊന്ന് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് അത് എന്റെ കയ്യിൽ നിന്ന് കിട്ടിന്നൊക്കെ പറയുന്നേ. ടാ വെച്ചിട്ടോ? ടങ്ക്. അവിടെ ഇരുന്ന് ആലോചനയായിരുന്നേ അല്ലേ?
ഓക്കെ വിചാരിച്ചിട്ട് ചോദിച്ചതാ. ഞാനാണോ പറയണ്ടേ? ടാങ്കർ ഷിബു. ടിയ ടിയ ടീന ടീന ടീന. അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ടയറുപ്പേരി. എല്ലാത്തിനും ടയറാണല്ലോ. അല്ല നേരത്തെ ടാറപ്പായിരുന്നു. ടാ വെച്ചിട്ടോ? ടപ്പിയോക്ക. That's not a fruit. ഒന്ന് പറഞ്ഞ ടാ വെച്ചിട്ടുള്ളൊരു ഫ്രൂട്ട് കേക്കട്ടെ. അവളല്ലേ എനിക്ക് കേക്കണം. ടാപ്പൻ ചോദിക്കുന്നു, എനിക്ക് അറിഞ്ഞിട്ട്. ടൊമാറ്റോ പറയായിരുന്നല്ലേ? ശരിയാ. അത് ഫ്രൂട്ടായിരുന്നു. ചോദിച്ച മണ്ടികൾക്ക് പോലും അത് അറിയത്തില്ല. ടൊമാറ്റോ ഫ്രൂട്ടാ? അല്ല ഫ്രൂട്ടാ. ഫ്രൂട്ട്സിന്റെ കിങ് ആരാ? അത് മാംഗോ ഇല്ലേ? അല്ല, ടൊമാറ്റോ ഉണ്ടല്ലോ വെജിറ്റബിൾസിൽ. മാംഗോ ആണ്. വെജിറ്റബിൾ ഉണ്ടല്ലോ. ഫ്രൂട്ട്സിന്റെ കിങ് മാംഗോ ആണ്. വെജിറ്റബിളാ? വെജിറ്റബിൾ അല്ല ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ഫ്രൂട്ടാണ്. പക്ഷെ എന്തിന്റെ കിങ് ടൊമാറ്റോ? ആണോ? വെജിറ്റബിളിന്റെ കിങ് ടൊമാറ്റോ ആവുന്നേ. എന്തിന്റെ കിങ് ടൊമാറ്റോ ആണ്? കിങ് ആന്ന് അറിഞ്ഞാ പോരെ? കെച്ചപ്പിന്റെ കിങ് ആണ്. വെജിറ്റബിൾ അല്ല, ഫ്രൂട്ടാണ്. ശരിക്കും ടൊമാറ്റോ ഫ്രൂട്ടാണ്. അത് ഞാൻ കേട്ടിട്ട് മൈൻഡാക്കാതിരിക്കായിരുന്നു. എന്ത്? നെക്സ്റ്റ്. ആ ഇല്ല, അത് എന്തായാലും പോണം കേട്ടോ. അത് ഹുക്ക് കൊടുക്കും. ആവണേ. പറയട്ടെ. നിന്റെ പേരെന്താ? ദീക്ഷ. ദീക്ഷ. ദീക്ഷ അതല്ല, ദീക്ഷ ഇങ്ങനെ എഴുതാം. അത് ആർക്ക് എഴുതാം? ഈദാ വേണോ ഈദാ വേണോ? നമ്മള് ഷബീബ ഏതും അത് എഴുതായിരുന്നു. പറ്റില്ല. പിന്നെ ബനാന ടോക്ക് പറഞ്ഞു. കാക്ക അല്ലാണ്ട് പറഞ്ഞ് കാക്ക. അത് ബനാനല്ലോ. ഇക്കള് വരുമ്പോ അത് പറയാം. എന്തായിരുന്നു? അതെങ്ങനെയും പറയാം. അമ്മേ, ഞാനതൊരു ചൊല്ലായിട്ട് നെക്സ്റ്റ്. അച്ഛന്റെ പേരെന്താ? ദിഗംബരൻ. ചേച്ചിയുടെ പേരെന്താ? ദിയ. അല്ല, ഈദായ. ഓക്കെ. മുടി പോയി. നിറം. ദിയയുടെ നിറം. ദീക്ഷയുടെ നിറം. അവക്ക് എന്താ സ്കിൻ കളറ്. ഉന്നക്കാട് നിറം പറയാം. അത് ഞാനാണ് പറഞ്ഞത്. ശവത്തിന്റെ നിറം പറയാം. വരട്ടെ ഇങ്ങോട്ട്. നിനക്ക് നിന്റെ ഫേവറേറ്റ് സബ്ജക്ട്? ഒന്ന് പറ. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് സബ്ജക്ട് ഇല്ല. എനിക്കില്ല. എനിക്കത് പറയാൻ പറ്റിയിരുന്നു. അറിയാൻ വേണ്ടി ചോദിച്ചതാ. ബുദ്ധി ഇല്ലാത്തവരുടെ കൂടെ ജീവിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഒരു മലയാള മാസത്തിന്റെ name. ധനുമാസം. അത് മാത്രമേ ഉള്ളൂ. ധനു പറ. ഏതെങ്കിലും വേറെ മലയാള മാസം പറ. ഞാൻ ഇവളോട് അത് പറ. ഇത് പറ. മകം. നിന്റെ മാസാണോ? മകം. അയ്യോ പറ്റൂല. പറ്റൂ. ഞാനല്ല എഡിറ്റർ. ടൊമാറ്റോ കിങ് എന്നാലും വന്നു കഴിഞ്ഞാൽ മകം കിങ് എന്നുള്ള പറഞ്ഞു. മകം മാസം എന്നുള്ള പറഞ്ഞിടണം. ഇത് ചതിയാണ്. എഡിറ്റർ സ്വന്തം കാര്യം മുഖം എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂല. ബാക്കിയുള്ളവരൊക്കെ ഇതാക്കുക. അല്ലാതെ നാവിട്ട് പറയുന്നതല്ല. എഡിറ്റേഴ്സിന്റെ 10 മിനിറ്റിൽ 8 മിനിറ്റ് മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ അത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എന്ന് വെച്ചിട്ട് എഡിറ്റ് അത് പറയാൻ കഴിയുന്ന ഒരു സ്കില്ലാണ്. അതെ, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതെ, പൊട്ടത്തരം. അറിഞ്ഞോട് പറയുന്നതല്ല. പൊട്ടത്തരല്ലേ? ഇങ്ങനെ നാച്ചുറലി ഇങ്ങനെ.
മതിയില്ലേ ഇപ്പൊ എത്ര ചോദ്യം പറ വേണോ? എനിക്കറിയില്ല. ഓക്കെ, നീ ഒഴിവ് സമയങ്ങളില് എന്ത് ചെയ്യാനാണോ നിനക്ക് ഏറ്റവും ഇഷ്ടം? ദീക്ഷ ഉറങ്ങുന്ന പോലെ ഉറങ്ങാൻ. എന്താ ദീക്ഷ ഉറങ്ങുന്ന പോലെ ഉറങ്ങാൻ അതിനെന്തെടുത്ത് കുഴപ്പം? ചേച്ചി അവള് പറഞ്ഞല്ലോ പേര് പറഞ്ഞപ്പോ. അതെ, ദീക്ഷ ഉറങ്ങുന്ന പോലെ ഉറങ്ങാൻ. അതെ, ദീക ദീക ആ ദീക വെറൈറ്റി ഇറക്കാലോ. വെറൈറ്റി ഇറക്കാലോ പറ്റൂല. വെറൈറ്റി ഇറക്കാം. പേരൊറ്റ തവണ പറ്റുള്ളൂ. ഈ ബ്രിജിത ഞാൻ ആദ്യമായിട്ടല്ലേ കേട്ടെ. ബ്രിജിത ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. അതല്ല പറഞ്ഞത്. ഈ തുടക്കത്തില് നിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ വേറെന്തോ പേരാ പറഞ്ഞത്. എനിക്ക് 3 പേരുണ്ട്. ഒന്ന് തമിഴ് വെൽഡൻ കുട്ടാ വെൽഡൻ. ഞാൻ പറഞ്ഞ ധർമ്മപുരി ഉണ്ട്. ധർമ്മപുരി ഉണ്ട്. ഉണ്ട്. അതല്ലേ കാലിന്റെ നാട്. ഒരക്ഷരം ദാ. ഒരക്ഷരം ദാ. ദാ. ഒരക്ഷരം പറയാൻ പറ്റൂ. മനസ്സിലായല്ലോ ആവറേജ്. മനസ്സിലായല്ലോ ബുദ്ധി എന്താന്നുള്ളത്. അത് പിന്നെ ഓൾറെഡി മനസ്സിലായത്. ഇന്നോവേറ്റീവ് ക്വസ്റ്റ്യൻ. മുഖം കാണുന്നേ ബുദ്ധില്ല. അതെ അതെ. എന്തിന് നാട് കുട്ടിച്ചോറാവനോ? കുട്ടി ഏതാ നേരത്തെ ഇന്നോവേറ്റീവ് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. സമയങ്ങളില് ഉദ്ദേശിക്കുന്നത് ബിസി ആവുമ്പോ എന്താ ചെയ്യാ? ബിസി ആവും. ഇത്ര ബുദ്ധിയോ? അതും ആ കുരുട്ടടക്ക പോലെ തലല്ലോ. ഇത് വെട്ടി ഒറ്റ